മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം, ഒരു ചരിത്ര വിചാരം. നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. നല്ലവനായ ഈശോയെ, നിന്നെ അനന്തമായ കാരുണ്യത്തിനും കരുതലിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നിൻ്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ വർത്തമാന പുസ്തകത്തെക്കുറിച്ച് ഞങ്ങളുടെ പഠന പരമ്പര മുന്നോട്ട് പോകുമ്പോൾ അതിന് കൂടുതൽ കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, നാളിതുവരെ നൽകിയ എല്ലാ കരുതലിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് വർത്തമാന പുസ്തകത്തിലെ 76-ാമത്തെ പാഠമാണ്. 470 മുതൽ 475 വരെയുള്ള പേജുകളിലാണ്. പ്രത്യേകം ഈ പാഠഭാഗം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. പാറമക്കൾ തോമാ കത്തനാട് വർത്തമാന പുസ്തകത്തിലെ 76-ാം പാഠത്തെ ആസ്പദമാക്കി ലിസ്ബണിൽ നിന്നുള്ള മടക്കയാത്രയെയും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളെയും കുറിച്ചാണ് ഇന്ന് നമ്മുടെ പഠനം നടത്തുക. ലിസ്ബണിൽ ഏകദേശം 2.5 വർഷത്തോളം നീണ്ട സന്ദർശനത്തിലാണ് 1782 മുതൽ 1782 മുതൽ 1785 വരെ. ശേഷം ആ കാലഘട്ടത്തിൽ മാർ യൗസഫ് കരിയാച്ചി മെത്രാപ്പൊലീത്തായും പാറമക്കൾ കത്തനാരും വിജയശ്രീലാളിതരായി മടങ്ങുന്ന ചരിത്ര നിമിഷമാണ് ഈ പാഠഭാഗത്ത് വിവരിക്കുന്നത്. അതുപോലെ 5 ആശയങ്ങളായിട്ടാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ആശയം ഇതാണ്: യാത്രാസന്നാഹങ്ങളും പുതിയ കൂട്ടുകാരും. ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ ഭരണകാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ നേടിയെടുത്ത ശേഷം മെത്രാപ്പൊലീത്തായെയും കത്തനാരും മടക്കയാത്രയ്ക്കായിട്ട് മെഷ്കീത്ത എന്ന കപ്പൽ തിരഞ്ഞെടുക്കുന്നു. ഈ യാത്രയിൽ വികാരി ജനറലായിരുന്ന ഫ്രാൻസിസ്കോ കയത്താനോസും ഔസേപ്പ് അന്തോനി എന്ന ഗോവക്കാരൻ പാദ്രിയും ഇവരോടൊപ്പം ചേരുന്നു. കൊച്ചിയിലോ ഇന്ത്യയിലോ മെത്രാനാകാൻ കൊതിച്ച് പോർച്ചുഗലിലെത്തിയ കയത്താനോസ് പാദ്രിയുടെ ആഗ്രഹങ്ങൾ വിഫലമായതിനാലാണ് അദ്ദേഹം മടങ്ങിയത്. മലങ്കരക്കാർ പോർച്ചുഗൽ രാജാവിൻ്റെ ദാസന്മാരല്ലായിരുന്നിട്ടും മെത്രാൻ സ്ഥാനം നേടിയെടുത്തപ്പോൾ താൻ രാജാവിൻ്റെ പ്രജയായിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന കയത്താനോസിൻ്റെ നിരാശ ഗ്രന്ഥകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആശയം ഇതാണ്: രാജകൊട്ടാരത്തിലെ യാത്ര യോജിക്കൽ. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ലിസ്ബണിലെ ഉന്നതരുമായ മെത്രാപ്പൊലീത്ത യാത്ര ചോദിക്കുന്നുണ്ട്. രാജ്ഞിയോടും രാജാവിനോടും യുവരാജാവിനോടും എന്നിവരോടുമൊക്കെ കൈമുത്തിരി യാത്ര പറയുന്നു. അനുസാരത്തോടുകൂടെ, അതായത് സ്നേഹാചരണങ്ങളോടുകൂടെ എന്നാണ് അവർ പറയുന്നത്. അവരെ യാത്രയാക്കി ഗോവക്കാരായ പാതിരിമാർ മെത്രാപ്പൊലീത്തയെ പിന്തുടർന്ന് കൊട്ടാരത്തിലെത്തിയത് തങ്ങൾക്കും വല്ല സ്ഥാനമാനങ്ങളും അവസാന നിമിഷം ലഭിക്കുമോ എന്ന ഓർമ്മ പുതുക്കൽ ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ അവരുടെ ആ വ്യാമോഹം വിജയിച്ചില്ല എന്ന് പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ആശയം: വിവാഹാഘോഷങ്ങളും യാത്രാ തടസ്സങ്ങളും. കപ്പൽ പുറപ്പെടാൻ വൈകിയതിനാൽ അതിൻ്റെ കാരണം രാഷ്ട്രീയമായ തിരക്കുകളായിരുന്നു. പോർച്ചുഗൽ കാസ്റ്റൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇരട്ട വിവാഹബന്ധങ്ങൾ നടന്ന സമയത്തായതിനാൽ രാജ്യത്തെ സർവാധികാരിക്കന്മാർ, അതായത് മന്ത്രിമാർ, വലിയ തിരക്കിലായിരുന്നു. ഈ വിവാഹം കഴിയുന്നതുവരെ കപ്പലിന് അനുമതി ലഭിച്ചില്ല. എങ്കിലും സർവാധികാരിക്കാരനായ മർത്തീഞ്ഞു ദെമൽ മെത്രാപ്പൊലീത്തായ്ക്ക് വഴിച്ചെലവിനായി വാഗ്ദാനം ചെയ്തിരുന്ന 8,000 രൂപ നൽകി പ്രഭുവും മറ്റും വീടുകളിൽ കയറി പ്രഭുവിൻ്റെയും മറ്റും വീടുകളിൽ കയറി യാത്ര ചോദിച്ചുകൊണ്ട് അവർ സമയം പ്രയോജനപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാലാമത്തെ ആശയം ഇതാണ്: മർക്കസ് പ്രഭുവിൻ്റെ സ്നേഹവും രാജകൽപ്പനയും. യാത്രയപ്പ് ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കസ് ദെ കസ്തർമെലിയോ പ്രഭുവായുള്ള കൂടിക്കാഴ്ചയാണ്. അദ്ദേഹം ഭക്തിപൂർവ്വം മെത്രാപ്പൊലീത്തായുടെ കയ്യിൽ നിന്നും കുർബാന സ്വീകരിക്കുകയും ബർത്തുലുമൈ ദോസ മർത്തീരസ് രചിച്ച പുസ്തകം സമ്മാനമായി നൽകുകയും ചെയ്തു. യാത്രയ്ക്ക് മുമ്പ് മർത്തീഞ്ഞു ദെമൽ 2 സുപ്രധാന രാജകൽപ്പനകൾ കൈമാറുന്നതായിട്ട് പാഠഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, മാർത്തോമ മെത്രാൻ്റെ 6-ാം മാർത്തോമായുടെ കാര്യം പരിശോധിക്കാൻ
ഗോവ മെത്രാപ്പൊലീത്തായെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത്. 2. മലങ്കരയിലെ മിഷണറിമാർ കരിയാറ്റി മെത്രാപ്പൊലീത്തായ്ക്ക് കീഴ്പ്പെടണമെന്നും അല്ലാത്ത പക്ഷം ഭരണകൂടം സഹായിക്കണമെന്നുമുള്ള കർശനമായ നിർദ്ദേശമാണ്. 5-ാമത്തെ ആശയം ഇതാണ്: കപ്പൽ കയറലും യാത്രയുടെ തുടക്കവും. പുത്തൻ കണക്കനുസരിച്ച്, അതായത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 1785 ഏപ്രിൽ 20 അവർ കപ്പൽ കയറുന്നു. യുവാക്കീം എന്ന കപ്പിത്താൻ മെത്രാപ്പൊലീത്തയെ ആദരവോടെ സ്വീകരിച്ചു. 300ഓളം കുറ്റവാളികളും കപ്പൽ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്നതായിരുന്നു യാത്രാസംഘം. ഏപ്രിൽ 23 അനുകൂല കാറ്റ് വീശിയതോടെ കപ്പൽ തുറമുഖം വിട്ടു. തങ്ങളോടൊപ്പം താമസിക്കാൻ സൗകര്യമില്ലാതിരുന്ന ഗോവാക്കാരനായ പാതിരിമാരോട് മെത്രാപ്പൊലീത്ത കാണിച്ച കാരുണ്യം ശ്രദ്ധേയമാണ്. സ്വന്തം മുറിയിലും ഭക്ഷണമേശയിലും അവർക്ക് അദ്ദേഹം സ്ഥാനം നൽകി. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുകൾ. വർത്തമാന പുസ്തകം ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നതെന്ന കാര്യം ഓർക്കുക. പേജ് നമ്പർ 470 മുതൽ 475 വരെയാണ്. 76-ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിച്ചത്. പാഠഭാഗമൊന്ന് സ്നേഹപൂർവ്വം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. വായിക്കണം, എങ്കിലേ ഇതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മെത്രാപ്പൊലീത്തായോടൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച കൊച്ചി ഇടവക്കാരനായ വികാരി ജനറൽ ആര്? ഫ്രാൻസിസ്കോസ് കയത്താനോസ് പാതിരി. മെത്രാപ്പൊലീത്തയോടൊപ്പം യാത്ര ചെയ്ത കപ്പലിൻ്റെ പേരും അതിൻ്റെ ഉടമസ്ഥനുമാര്? കപ്പലിൻ്റെ പേര് മെഷ്കീത്ത, ഉടമസ്ഥൻ അന്തോനി പെരൈര മെഷ്കീത്ത. ഗോവാക്കാരനായ പാതിരിമാർ മെത്രാപ്പൊലീത്തയെ പിന്തുടർന്ന് കൊട്ടാരത്തിൽ യാത്ര ചോദിക്കാൻ പോയതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്തായിരുന്നു? മെത്രാപ്പൊലീത്ത മടങ്ങുമ്പോൾ രാജാവിനോട് തങ്ങളുടെ കാര്യം കൂടി പറയിക്കാനും അതുവഴി വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുമുള്ള അവസരം ഒരുക്കാനുമായിരുന്നു അത്. കപ്പൽ പുറപ്പെടാൻ താമസമുണ്ടായതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? പോർച്ചുഗൽ രാജാവിൻ്റെയും കാസ്റ്റൽ രാജാവിൻ്റെയും മക്കൾ തമ്മിലുള്ള വിവാഹ നിശ്ചയം അടുത്തതിനാൽ ഭരണാധികാരികൾ ജോലി തിരക്കിലായതുകൊണ്ട്. യാത്രാ ചെലവിനായി മെത്രാപ്പൊലീത്തായ്ക്ക് സർക്കാർ നൽകിയ തുക എത്ര ആയിരുന്നു? 8,000 രൂപ. മെത്രാപ്പൊലീത്തായ്ക്ക് ഭക്തിപൂർവ്വം കുർബാന നൽകുകയും യാത്രയെ വലിയ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത പ്രഭുവാര്? മർക്കസ് ദെ കസ്തർ മെലിയോ. മർത്തീഞ്ഞു ദമൽ നൽകിയ 2 രാജകൽപ്പനകൾ ഒന്ന് ആരെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു? മലങ്കരയിലെ മാർത്തോമ മെത്രാൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവ്. മിഷണറിമാർ മെത്രാപ്പൊലീത്തായ്ക്ക് കീഴ്പ്പെടണമെന്ന ഉത്തരവ് ലംഘിച്ചാൽ ആരുടെ സഹായം തേടാനാണ് കൽപ്പനയിൽ പറഞ്ഞിരുന്നത്? ഗോവയിലെ ഭരണാധികാരികളുടെ സഹായം. എന്നാണ് അവർ മടക്കയാത്രയ്ക്കായി കപ്പൽ കയറിയത്? 1785 ഏപ്രിൽ 20. മെത്രാപ്പൊലീത്തായ്ക്ക് ഒപ്പം കപ്പലിൽ ശുശ്രൂഷയ്ക്കായി എത്ര പേർക്ക് അനുവാദം ലഭിച്ചിരുന്നു? എത്ര പേർ ഒളിച്ചുപോയി? 4 പേർക്ക് അനുവാദം ലഭിച്ചു, 2 പേർ ഒളിച്ചുപോയി. കപ്പലിൽ മെത്രാപ്പൊലീത്തയുടെ മുറിയിൽ താമസിക്കാൻ അനുവാദം ചോദിച്ച പാതിരി ആര്? യൗസേപ്പ് അന്തോനിയോ എന്ന ഗോവക്കാരൻ പാതിരി. യാത്രാവേളയിൽ സഹായങ്ങൾക്കായി ബയ്യ നഗരത്തിലേക്കും ഗോവ നഗരത്തിലേക്കും മർക്കസ് പ്രഭു ആർക്കാണ് കത്തുകൾ നൽകിയത്? അവിടങ്ങളിലെ ഗവർണർമാർക്ക്.